ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ക്യാരറ്റ് പോള ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പം ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യാട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് കുറച്ചൊന്നായി വന്നതിന് ശേഷം ഞാൻ 2.5 സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഇട്ട് കൊടുക്കാം. മധുരം നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പം പഞ്ചസാര 2.5 സ്പൂണേ ഉള്ളൂ. പിന്നെ പാൽപ്പൊടിയെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അത് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതൊന്ന് ഇറക്കി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 3 മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 4 മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം 3 മുട്ട ഇട്ട്, പിന്നെ അത് കുറച്ചൊന്നും തേയില്ലാന്ന് കണ്ടപ്പോൾ ഒരു മുട്ടയും കൂടെ ഇട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ പറഞ്ഞാൽ നേരത്തെ പഞ്ചസാര കുറച്ചിട്ടത് കേട്ടോ. പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ പഞ്ചസാര കുറച്ചിട്ടത്. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 സ്പൂൺ പാൽപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായ് പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് മുട്ട കുറച്ച് കുറവാകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മുട്ടയും കൂടി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാനിൽ വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും. എനിക്കൊരു 20 മിനിറ്റ് ആയിട്ട് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കുംസായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും കൂടെ ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ബൈ.